മോളെ, എന്താ മോളെ ഇത്? ഞാൻ കാരണം അമ്മ തോറ്റുപോയില്ലേ? മോൾ എന്തായി പറയുന്നത്? നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? നീ നിന്റെ അച്ഛനെ കണ്ടില്ലേ? മോളുടെ സന്തോഷം തന്നെയാ ഈ അമ്മയുടെയും സന്തോഷം. നീ നിന്റെ അച്ഛനെ കണ്ടതിൽ ഈ അമ്മയ്ക്ക് ഒരു എതിർപ്പുമില്ല. മറ്റൊരു പെണ്ണിന് സ്നേഹം നൽകുമ്പോ അതിന്റെ പങ്ക് പറ്റാൻ എന്റെ മോള് പോകരുതെന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. അച്ഛന്റെ സ്നേഹം എന്റെ മോൾക്ക് പൂർണ്ണമായും കിട്ടണം. ആ ദിവസത്തിന് വേണ്ടിയാ അമ്മ കാത്തിരിക്കുന്നേ. ഇത്രയും കാലം മോൾ അച്ഛനില്ലാതെ കഴിഞ്ഞില്ലേ? നമുക്കിനി സമയമുണ്ട്. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. അമ്മേ, എന്താ മോളെ? മോളെ, മോള് പേടിക്കണ്ട. ഇത് മോളുടെ വല്യച്ഛനാ. മോളെ, കരയരുത് മോളെ. അറിഞ്ഞില്ല, വല്യച്ഛൻ അറിഞ്ഞില്ല എൻ്റെ അനിയൻ ഇങ്ങനൊരു മോളുണ്ടെന്ന്. മോളിവിടെ ഇരിക്ക. ഗീതേ, എന്റെ ജുഷമോൾക്ക് പകരം ദൈവം നമ്മുടെ തറവാട്ടിലേക്ക് തന്നതാ ഇവളെ. വിശേട്ടൻ ചായ കുടിക്കേ. ഗീതയെ കാണുന്നത് വരെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നേയില്ല. ദേവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ അനുഭവിച്ച മനോവേദന, ഹോ, ഉറങ്ങാനാവാത്ത രാത്രികൾ. എന്റെ മകള് മരിച്ചതോടെ ഞാൻ തകർന്നു. പിന്നീട് അങ്ങോട്ട് എവിടേക്കെന്നറിയാത്ത യാത്രകളായിരുന്നു. ഒരുപാട് ആളുകള്, ഒരുപാട് പുണ്യസ്ഥലങ്ങള്. ഒടുവിലെത്തിയത് ഒരു സ്വാമിയുടെ ആശ്രമത്തില്. ദേവനൊരു മോളുണ്ടെന്ന് നീ വന്ന് പറഞ്ഞപ്പോ മുതല് മനസ്സ് പിടക്കിയായിരുന്നു. പിന്നെ താമസിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോ നേരെ ഒരുപാട് വൈകി. നിങ്ങളെ വിളിക്കണ്ടെന്ന് കരുതി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. എന്നാലും വല്യച്ഛന് ഞങ്ങളെ വിളിക്കായിരുന്നു. ഇവക്ക്
ദേവന്റെ അതേ കണ്ണുകളാ കിട്ടിയിരിക്കുന്നത്. അവനെ ഓർത്ത് വേദനിക്കാനായിരുന്നു എന്നും എന്റെ വിധി. അവന്റെ മോളുടെ വിധിയും അതുതന്നെ ആയല്ലോ ഈശ്വര. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ജേഡി സൂക്ഷിക്കണം. അവരുടെ ഓരോ നീക്കങ്ങളും ഞാൻ ജേഡിയെ അറിയിക്കാം. വാ. ആ അപ്പൊ ഇറങ്ങല്ലേ? ജയദേവൻ എയർപോർട്ടിലേക്ക് വരില്ലേ? ഇല്ല, ഞാനിപ്പോ എങ്ങോട്ടും ഇറങ്ങാറില്ല. എഴുത്തുമുറി. ശരി. സമയം അല്പം വൈകിയാലും ഇതായിരിക്കണം ജേഡിയുടെ ഏറ്റവും നല്ല നോവൽ. ഇറ്റ്സ് എ വേർഡ്. ശരി. പിന്നെ ഒരു വലിയ വിശേഷമുണ്ട്. എന്റെ പുതിയ നോവലിന്റെ മലയാളം പതിപ്പ് പ്രസാദനം ചെയ്യുന്ന ആരാണെന്നറിയാവോ? ആരാ? ബെന്നിച്ചൻ. ആഹാ, ആണോ? ഗ്രേറ്റ്. ജയദേവ. അതേ ബെന്നിച്ച, ഒരു വഴി കണ്ടിട്ടുണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലേ? ബെന്നിച്ചന്റെ വീനസ് ബുക്ക് ഡിപ്പോ നമ്മൾ വീണ്ടും തുടങ്ങുന്നു. ഇത് ഔദാര്യമല്ല, എന്റെ കടമ, സ്നേഹം. ഏയ് ബെന്നിച്ച, പോയി വാ. ചെല്ലു. ഞാൻ ഇറങ്ങാണ്. ഞാൻ പറഞ്ഞത് വിശ്വട്ടിന് നല്ല ഓർമ്മയുണ്ടല്ലോ. ദേവേട്ടൻ എന്നെ തള്ളി പറഞ്ഞോട്ടെ, പക്ഷേ എന്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അതെനിക്ക് സഹിക്കാനാവില്ല. അവൻ അങ്ങനെയൊന്നും പറയില്ല. ഗീതയുടെ കാര്യത്തിന് വേണ്ടി ഒരിക്കൽ ഞാൻ ജയദേവനെ പോയി കണ്ടിരുന്നു. എന്റെ മുഖത്തടിച്ച പോലെ ജയദേവനെന്ന് പെരുമാറിയത്. എത്ര ഉയരത്തിലെത്തിയാലും അവൻ എന്റെ കൂടപ്പിറപ്പാ. ഒരു മകളുണ്ടെന്ന സത്യം അവൻ അറിഞ്ഞേ പറ്റൂ. എനിക്ക് മാത്രമേ അവനോടത് പറയാൻ കഴിയൂ. എനിക്കറിയാവുന്നതുപോലെ ആർക്കും അവനെ അറിയില്ല. അവൻ അവളെ അംഗീകരിക്കും. അല്ല, പെട്ടെന്നൊരു ദിവസം ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ജയദേവനത് വിശ്വസിക്കൂ? വിശ്വസിച്ചേ മതിയാവൂ. സത്യത്തെ എക്കാലവും മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. അതിനുള്ള അവകാശവും നമുക്കില്ല. എന്തെങ്കിലും തെളിവുകൾ ചോദിച്ചാൽ? തെളിവായി എന്റെ മകളുടെ മുഖം മാത്രം, സാക്ഷിയായി ഈശ്വരനും. തെളിവും സാക്ഷിയും ഒന്നും വേണ്ട ഇതിന്. ഞാൻ പറയുന്നു അവന്റെ മോളാണെന്ന്. എന്റെ വാക്ക് വിശ്വസിക്കാതിരിക്കാൻ അവന് കഴിയില്ല. അവൻ ആള് വലിയവനായി കാണും, ലോകപ്രസിദ്ധനായി കാണും. പക്ഷെ എന്റെ അനിയനാ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മിണ്ടില്ല അവൻ. അറിയോ? ഒരക്ഷരം മിണ്ടില്ല. ജീവിച്ചിരിക്കുന്ന അച്ഛനെ ഇക്കാലം അത്രയും ജയന്തിമോൾക്ക് കാണാൻ കഴിയാതെ പോയത് ഏതെങ്കിലും മുജ്ജന്മ പാപത്തിന്റെ ഫലമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. മനുഷ്യനത് മാറ്റാനാവില്ല. പക്ഷേ ചില വിധികളിൽ മനുഷ്യൻ ഇടപെട്ടേ പറ്റൂ. ഏതായാലും ഞാനൊന്ന് കാണട്ടെ അവനെ.
ആരാ? വിശ്വേട്ടൻ. വിദ്വേഷമോ അഹങ്കാരമോ ദുരഭിമാനമോ ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ ക്ഷമ ചോദിക്കണമെന്ന് ഏട്ടൻ കരുതി. തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. ചെയ്യാത്ത കുറ്റത്തിന് ഞാനും നിന്നെ ശിക്ഷിച്ചു. അമ്മയുടെ ശേഷക്രിയ മകന്റെ അവകാശമാണ്. അതുപോലും ഞാൻ നിനക്ക് നിഷേധിച്ചു. പാപം, മഹാപാപം. നിന്നോട് മാപ്പ് ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ മാപ്പ് ചോദിച്ചാൽ, നീ എനിക്ക് മാപ്പ് തന്നാൽ എനിക്ക് കിട്ടേണ്ട ശിക്ഷ കുറഞ്ഞു പോയാലോ? എന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു തന്നെ തീർക്കണം. ഇളവുകളൊന്നും വേണ്ട, പാടില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത് ഏട്ടാ. ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അതൊക്കെ തന്നെ ചെയ്യൂ. ഞാൻ വേദനിച്ചു എന്നത് ശരിയാണ്. പക്ഷെ അന്നും ഇന്നും എന്റെ മനസ്സ് ഒരു നിമിഷം പോലും ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്റെ ഏട്ടനെ എനിക്കറിയില്ല. നിന്റെ വലിയ മനസ്സ് ഞാൻ കണ്ടില്ല, കാണാൻ കഴിഞ്ഞില്ല. തകർച്ച എനിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. വിധിയെക്കുറിച്ച് ഏട്ടൻ പറയാറുണ്ട്. ഇന്ന് ഞാനും ആലോചിച്ചു പോന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വിധി. അല്ലെങ്കിൽ ഞാൻ ഓർത്തോ ഏട്ടനെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഈ വേഷത്തിൽ. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും സാധിച്ചില്ല. പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. മുന്നിൽ ശൂന്യത മാത്രം.
പ്രതീക്ഷകളും വ്യാമോഹങ്ങളും എല്ലാം അവസാനിച്ചു. മനസ്സ് ഒരു പിടി ചാരം പോലെയായി. ആ വിരക്തിയാണ് എന്നെ ആത്മീയതയിലേക്ക് നയിച്ചത്. ലൗകിക ജീവിതം ഉപേക്ഷിച്ച പൂർവികരുടെ വേഷം ഞാനും സ്വീകരിച്ചു. നിന്റെ വേഷവും മാറിയില്ലേ? നാട്ടിൻ പുറത്തെ വികാരജീവിയായ ചെറുപ്പക്കാരൻ ലോകപ്രസിദ്ധനായ എഴുത്തുകാരനായി മാറിയപ്പോ രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്നില്ലേ? നന്നായി. വലിയ എഴുത്തുകാരനാവണമെന്നായിരുന്നില്ലേ നിന്റെ സ്വപ്നം? നീ അത് സാധിച്ചു. ഞാൻ ജീവിതത്തോട് പൊരുതി തോറ്റുപോയെങ്കിലും എന്റെ അനിയൻ വിജയിച്ചു. അത് നന്നായി. ഇല്ലേട്ടാ, വിജയങ്ങളല്ല, എന്റെ പരാജയങ്ങളും വേദനകളുമാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. ഞാൻ ഈ നിലയിലെത്തിയതിന്റെ പിന്നിൽ ഏട്ടന്റെ സ്നേഹവും ത്യാഗവും കണ്ണീരുമുണ്ട്. അതൊന്നും മറന്നിട്ടില്ല ഞാൻ. ഒരുപക്ഷെ എല്ലാം ഓർക്കുന്നുണ്ടാവും ഞാൻ എഴുത്തുകാരനായി ഇന്നും ജീവിക്കുന്നത്. നിന്റെ പുതിയ ജീവിതം. പാട്ടുകാരിയാണ് കുട്ടി, അല്ലേ? പ്രായവ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ട്. അതൊന്നും ആലോചിച്ചില്ലേട്ടാ. സ്നേഹിക്കാനും സാന്ത്വനിപ്പിക്കാനും എനിക്കാരുമില്ലായിരുന്നു. ആർക്കും വേണ്ടാത്ത ജീവിതം എനിക്ക് ഭാരമായി. എല്ലാം അവസാനിപ്പിച്ചാലോ എന്നാലോചിച്ചിരുന്ന ആളുകളിലാണ് ഇവളെ കണ്ടുമുട്ടിയത്. അവൾക്കെന്നെ വേണമായിരുന്നു, എനിക്കവളെയും. ഞങ്ങളുടെ മനസ്സുകൾക്ക് ഒരേ പ്രായമായിരുന്നു. നീ ഗീതയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഏട്ടന് യാത്രാക്ഷീണുണ്ടാവും. കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ പറയാം. എൽദോ,